ഇന്നില്ല ഒരു അടിപൊളി ഗ്രോസറി പർച്ചേസിംഗ് വ്ലോഗായാലോ. രാത്രിയാവുമ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടാ നെസ്റ്റോയിലേക്ക് പോവാന്ന്. നമ്മൾ ബസ്സിനാണ് കേട്ടാ പോന്ന്. എൻ്റെ റൂമിന് തൊട്ടിപ്പുറാണ് കേട്ടോ ഈ ബസ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ബസ് ഇതാ വന്നിട്ടുണ്ട്. കറക്റ്റ് ടൈം തന്നെ ബസ് വന്നിട്ടുണ്ടായി. എൻ്റെ റൂമിൽ നിന്ന് നെസ്റ്റോയിലേക്ക് 20 മിനിറ്റാണ് കേട്ടോ ബസ് പോകുമാവല്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നെസ്റ്റോൻ്റെ സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് ഇറങ്ങി കഴിഞ്ഞാൽ പോകുമ്പോൾ 2 മിനിറ്റ് നടക്കാറുണ്ട്. തിരിച്ചു വരുമ്പോൾ അതില്ല, നെസ്റ്റോന്റെ നേരെ മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ കാണുന്നത് ഒമാൻ ബോർഡറാണ് കേട്ടോ. അതിലൂടെയാണ് കേട്ടോ അറബികളൊക്കെ ഒമാനിലേക്ക് പോകുന്നത്. ഈ നെസ്റ്റോ വരുന്നത് അലൈൻ ഒമാൻ ബോർഡറിലാണ്. അൽവഹ മാളിലാണ് കേട്ടോ നെസ്റ്റോ ഇല്ലത്. അത്യാവശ്യം നല്ല വലുപ്പമില്ല നെസ്റ്റോ ആണ്. രാത്രി 10:30 ആകുമ്പോൾ കേട്ടോ അമ്മ നെസ്റ്റോയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും 11:10 ഇവിടെ എത്തിയവരെ അറിയുന്നത് മൺഡേ 12 മണി വരെ ഇല്ലു നെസ്റ്റോന്ന്. 1 മണി വരെ ഉണ്ടാവും വിചാരിച്ചിട്ട് വന്നതാ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ കയറിയപ്പാടന്നെ നല്ല സ്വീറ്റ്സിൻ്റെ കൗണ്ടറാന്നുണ്ടായിന്. അലുവയും തേൻമിഠായി, അച്ചപ്പം, അതുപോലത്തെ എല്ലാവിധ സ്വീറ്റ്സും ഉണ്ടായിന് അവിടെ. തേൻമിഠായി കണ്ട മോള് വെറുതെ നിൽക്കില്ല. അപ്പം തന്നെ അത് ഫസ്റ്റ് തന്നെ വന്നപാട് എടുത്ത്. പിന്നെ ഒരു സാധനമുണ്ട്, ഞാൻ നെസ്റ്റോയിൽ വന്നാൽ ഇത് വാങ്ങാണ്ട് പോവലേ ഇല്ല. ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആട്ടോ ഇത്, ക്രീം ബണ്ണ്. ഇതിന് അഡിക്റ്റാണ് ഞാൻ. ഒരിക്കലും വന്നാൽ തന്നെ ഞാൻ 4-5 പീസ് കൊണ്ടുപോകും. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഈ ക്രീം ബണ്ണ്. നെസ്റ്റോ എന്നല്ലാതെ വേറെ എവിടെ നിനക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വന്നാൽ കുറേ എണ്ണം വാങ്ങുന്നത്. സാധനം വാങ്ങാനായിട്ട് പോയതല്ല, വെറുതെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാ. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ പുതിയ എന്തൊക്കെയോ കേക്ക്സെല്ലാം വന്നിട്ടുണ്ട്. ആ ലാസ്റ്റ് കാണുന്ന ടണ്ടറും നദിയ കേക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടാ. ഇതുവരെ വരുമ്പോൾ ഉണ്ടായിട്ടില്ല. നമ്മൾ നല്ലോണം ലേറ്റായി വന്നോണ്ട് തന്നെ മറ്റേ സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം കഴിഞ്ഞിനി. ഇവിടെ വന്നാൽ ഞാൻ ഒരു അച്ചപ്പ് എടുക്കലുണ്ട്, അതാണെന്നുണ്ടെ ഈ പരതുന്നത്. പക്ഷെ അത് കണ്ടിട്ടില്ല, അതില്ലാത്തോണ്ട് ഇതെടുത്ത് വീട്ടിൽ വന്നിട്ട് തിന്ന് നോക്കുമ്പോൾ മനസ്സിലായത് തീരെ രസമില്ല. ഞാൻ വാങ്ങുന്നത് ഇല്ലാത്തോണ്ടാണ് ഇതെടുത്തത്. പിന്നെ നമ്മൾ നേരെ വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനിലേക്ക് പോയി. കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലെ കരിമ്പലും ഉണ്ടായിട്ടോ ഇവിടെ. ഇവിടെ വന്നാൽ നല്ല ഫ്രഷ് കോക്കനറ്റ് കിട്ടും. അപ്പോൾ ഒരു പാക്കറ്റ് കോക്കനറ്റും കൂടി എടുത്തു. പിന്നെ നമ്മൾ നേരെ ബ്ലൂബെറിൻ്റെ സെക്ഷനിലേക്ക് പോയി. എൻ്റെ കുട്ടിക്കും ഹസ്ബൻഡിനെല്ലാം ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പം ഫ്രിഡ്ജിൽ ബ്ലൂബെറി വേണം. പിന്നെ ഈ സെക്ഷനിൽ കുറേ വെറൈറ്റി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വെജിറ്റബിൾസും. പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ ടൊമാറ്റോ, പലതരം കളറിൽ ടൊമാറ്റോ ആണ്. ഗ്രീൻ, യെല്ലോ, റെഡ്, ഇങ്ങനെ പലതരം കളറാണ് കേട്ടോ ഈ ടൊമാറ്റോ. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല. ഏതായാലും വന്നതല്ലേ, വീട്ടിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച്. വീട്ടിൽ കുക്കുംബറൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ നല്ല ഓഫറും ഉണ്ടായിരുന്നു കുക്കുംബറിന്. അങ്ങനെ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ നേരെ ആപ്പിളിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാ. ഇങ്ങനെ ആപ്പിൾ കണ്ടാൽ എങ്ങനെ എടുക്കാണ്ടിരിക്കില്ല, അത്ര ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഓരോ രാജ്യത്തെ ഓരോ ആപ്പിളാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഒരു ആപ്പിൾ കുറച്ചെടുത്തു. ഞാൻ എടുത്ത ആപ്പിൾ നല്ല ആപ്പിളാണ് ഉണ്ടായിന് കേട്ടോ. നല്ല മധുരവും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഗ്രേപ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇത് നല്ല വലിയ ഗ്രേപ്പാണ് ഉണ്ടായിരുന്നു, ഉള്ളിൽ സീഡലില്ല. ഞാൻ സീഡില്ലാത്ത ഗ്രേപ്സാണ് കേട്ടോ പൊതുവെ വാങ്ങൽ. അത് നല്ല അടിപൊളി ഗ്രേപ്സാണ്. പിന്നെ ഇതൊരു ഗ്രേപ്സാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഗ്രേപ്സ് കാണുമ്പോൾ ഒന്ന് പുളിക്കും തോന്നി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ കുറച്ച് ചെറിയ ഓറഞ്ച് വാങ്ങിച്ച്. ഈ ഓറഞ്ച് നല്ല മധുരമുള്ളതായി, ചെറിയതായതുകൊണ്ട് നല്ല മധുരം ഉണ്ടാക്കുന്നുണ്ട് ഈ ഓറഞ്ചിന്. അങ്ങനെ ഈ ഓറഞ്ചെല്ലാം വാങ്ങിച്ച് നേരെ നട്ട്സിൻ്റെ സെക്ഷനിലേക്ക് വിട്ടു കേട്ടോ. നമുക്ക് മെയിൻ ബില്ലാവുന്നത് ഈ സെക്ഷനിലാണ്. ഈ കാഷ്നട്ടും പിസ്തയും ആൽമണ്ട് ഇതൊക്കെ വാങ്ങുന്നതുകൊണ്ടാണ് നല്ലോണം ബില്ലാവുന്നത്. വേറെ ഐറ്റംസിനൊന്നും അത്ര ബില്ലാവില്ല. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബില്ലാവുന്നു. നമ്മൾ അധികം ഈ കാഷ്നട്ടാണ് വാങ്ങല്. ഇത് കുറച്ചും കൂടി ഹെൽത്തിയാണ് കേട്ടോ, വെറുതെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മോളില്ല, ഇവിടെ വന്നാൽ ഇത് വാങ്ങാണ്ട് പോകില്ല. ഇത് ചീസിൻ്റെ ഫ്ലേവറിലായിട്ടാണ് ഞാൻ വാങ്ങുന്നത്. നല്ല അടിപൊളി, ഉള്ളിൽ പീനട്ടും പുറമെ നല്ല ക്രിസ്പി മസാലയിലുള്ള നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത്. പിന്നെ കുറച്ച് പ്ലെയിൻ കാഷ്നട്ട് വാങ്ങിച്ചു കേട്ടോ. കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ യൂസ് ആക്കാൻ വേണ്ടി. അതിന് ശേഷം നല്ല ജംബോ ആൽമണ്ടാണ് കേട്ടോ ഇത് 2 പാക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് വാങ്ങിച്ചാൽ ഫുള്ളായി തീർക്കും. അതുകൊണ്ട് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോൻ്റെയും ഒരു കുറച്ച് പാക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിന്. എൻ്റെ ഹസ്ബൻഡില്ലേ നെസ്റ്റോ പോകുന്ന പറഞ്ഞാൽ കാഷ്നട്ട് വാങ്ങിച്ചോ, വാൽനട്ട് വാങ്ങിച്ചോ, ആൽമണ്ട്, പിസ്ത ഇതെല്ലാം വാങ്ങിക്കോ എന്ന് പറയും. എന്ന് ചോദിക്കുക എന്താ ഇത്ര ബില്ലായിന്ന്. പക്ഷേ ഇതിലാണ് കേട്ടോ കൂടുതലായിട്ടും നമ്മൾ പൈസ പോകുന്നത്. റൂമിൽ വന്നതിന് ശേഷം ചോദിക്കും മോളത്തെ സാധനമൊന്നും കാണുന്നില്ലല്ലോ, പൈസ അടിച്ചു പോയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ ഇതിനാണ് പോകുന്നത് മനസ്സിലാവണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ചോക്ലേറ്റ് സെക്ഷനിൽ. കാര്യമായിട്ട് ചോക്ലേറ്റ് ഒന്നും വാങ്ങാനുണ്ടായിട്ടാ. പിന്നെ ബൗണ്ടിക്ക് കുറച്ച് ഓഫറുണ്ട്. അങ്ങനെ ഒരു പാക്കറ്റ് ബൗണ്ടി എടുത്ത്. പിന്നെ ഇങ്ങനത്തെ ഓഫറിലെ സാധനം വാങ്ങുമ്പോൾ എപ്പോഴും മറ്റേ ഡേറ്റ് നോക്കണം കേട്ടോ, എക്സ്പയറി ഡേറ്റ്.
വേറെ ചോക്ലേറ്റും എടുത്തിട്ടുണ്ടായിന്. അതിൽ എക്സ്പയറി ഡേറ്റ് അടുത്ത മാസം കഴിയും. അതുകൊണ്ട് നമ്മൾ അത് എടുക്കാണ്ട് വന്ന്. പിന്നെ നമ്മൾ നേരെ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാ. അങ്ങനെ വലിയ ഓഫറൊന്നും ഉണ്ടായിട്ട് സാധാ ഓഫർ തന്നെ ഉണ്ടായിട്ടു. പിന്നെ ഇതുവരെ കാണാത്തൊരു പുതിയൊരു ബിസ്ക്കറ്റ് കണ്ടു. അപ്പം അതെങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നിട്ട് ആ ബിസ്ക്കറ്റ് വാങ്ങിച്ച് അതിവിടെ വന്ന് പൊട്ടിച്ച് നോക്കിയിട്ടും അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടാ. കുറച്ച് തടിയെല്ലാം കൂടിയ ഭയങ്കര തിക്കില്ല ഒരു ബിസ്ക്കറ്റാണെന്നുണ്ടായിനി. പിന്നെ നമ്മൾ നേരെ ലിക്വിഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാണ്. ഞാൻ ഫൈരിയാന്ന് പൊതുവേ യൂസ് ആക്കല്, അല്ലെങ്കിൽ ലെക്സ് അല്ലെങ്കിൽ പ്രില്ല്. ഇത് പുതിയൊരു ബ്രാൻഡ് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെയൊന്ന് യൂസ് ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ടൈമും കുറവായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് എടുക്കുന്നതാണ്. നമ്മൾ വന്ന ദിവസം അങ്ങനെ വലിയ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല ദിവസമല്ല കേട്ടോ. പിന്നെ പെർഫ്യൂമിന് കുറച്ച് ഓഫേഴ്സായിട്ടല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഇത് കണ്ട് അങ്ങനെ ഒരു ബോഡി സ്പ്രേ നമ്മൾ എടുത്ത്. ഈ ബോഡി സ്പ്രേ നമ്മൾ മുമ്പേ യൂസ് ആക്കുന്നതാണ്. ഇതിൽ 24 hours എന്നല്ല എഴുതിയിട്ടില്ല, പക്ഷേ 24 hours ഒന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അതെടുത്തൊന്ന്. ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ 11:45 നോക്കിയ ഫിഷിൻ്റെ സെക്ഷനിലെല്ലാം എല്ലാ ഫിഷൊക്കെ എടുത്തു വെക്കലേ. ഇനി അവർ പറഞ്ഞാൽ തന്നെ കട്ട് ചെയ്ത് തരും, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഫിഷൊന്നും വാങ്ങാൻ നിന്നില്ല. പിന്നെ ഈ ഒരു ഓയിൽ വാങ്ങിയിട്ടാ. അല്ലെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാക്കി, ഇത് നല്ല കുറവാണ് കണ്ടത്. അപ്പം അങ്ങനെ ഒരു ഓയിലും കൂടി എടുത്ത് പിന്നെ അടുത്ത ലൈറ്റൊക്കെ ഓരോന്നായി ഓഫാക്കാനൊക്കെ തുടങ്ങി. അപ്പം നമ്മൾ നേരെ ബിൽ കൗണ്ടറിൻ്റെ സെക്ഷനിലേക്ക് പോയി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് കൗണ്ടറിലേക്ക് എത്തി സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോഴേക്കും ഏകദേശം 11:55 ആയിട്ടുണ്ടായിന് കേട്ടോ. ചില വോയിസ് ഞാൻ നിർത്താതെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലേ. നിർത്തി പറയുമ്പം ഫോണൊന്ന് സ്റ്റെക്കാന്ന് എഡിറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ നമ്മളെ ബില്ലെല്ലാം അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബില്ലായിട്ടും ഉണ്ടായിന്. കാണാൻ സാധനം ഇല്ലെങ്കിലും ബില്ല് അത്യാവശ്യം ഉണ്ട് കേട്ടോ. നോക്കിയ ഫുള്ള് ലൈറ്റെല്ലാം ഓഫാക്കി അടക്കാൻ നിൽക്കുകയാണ്. നെക്സ്റ്റോ 12:10 നമ്മളെ ബസ്സിലത്. ഇപ്പം 12 മണിക്കാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ആ നേരെ കാണുന്ന ലൈറ്റില്ലേ, അത് നമ്മളെ ജബൽ ഹഫീത്താണ് കേട്ടോ. അതിന് മുമ്പേ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ, ഒരു മല കയറിയിട്ടില്ലേ, ആ മലയാന്നിട്ട് അത് കാണുന്നത്. 10 മിനിറ്റോളം നമുക്ക് ബസ്സിന് വെയിറ്റ് ആക്കേണ്ടി വന്നു കേട്ടോ. ചൂടില്ലാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിട്ടാ. 10 മിനിറ്റ് പെട്ടെന്ന് പോയിട്ടുണ്ടായി. അതാ നമ്മളെ ബസ് ഇതാ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.